بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബർ അല്ലാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുൽഹജ്ജ് മാസമാണ്. പരിശുദ്ധമായ ഈ ദിവസങ്ങളിൽ ഓർക്കപ്പെടുന്നു സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവും അവിടുത്തെ കുടുംബത്തെയും. അല്ലാഹു തആല അവിടുത്തെ മില്ലത്തിനെ ഇത്തിബാ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ലോകത്ത് മുഴുവനും അനുകരിക്കപ്പെടാൻ അർഹനായ ഒരു വ്യക്തിത്വമാണ് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്നത് ഖുർആൻ നമ്മുടെ മുന്നിൽ പല പ്രാവശ്യം പറയുന്ന ഒരു കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അള്ളാഹുവിന്റെ ആഹ്വാനം ഇബ്രാഹിമി മില്ലത്ത് അനുധാവനം ചെയ്യണേ എന്നാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ലോകത്ത് ഒരു ആദരണീയ വ്യക്തിത്വം നമ്മുടെ മുന്നേ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ ചരിത്രത്തിന്റെ അനുസ്മരണം തീർത്തും നമുക്ക് അനിവാര്യമായ ഒരു സാഹചര്യവും കൂടിയാണ് ദുൽഹജ്ജിന്റെ പവിത്രമായ ഈ ദിവസങ്ങളിലൂടെ. അള്ളാഹു നമുക്കത് സാധ്യമാക്കി തരട്ടെ. ഈ ദുൽഹജ്ജ് മാസത്തിലെ മിക്കവാറും പുണ്യകർമ്മങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവുമായി വളരെ ബന്ധമുള്ളതാണ്. കർമ്മങ്ങൾ മാത്രമല്ല, സമയങ്ങളും അങ്ങനെ തന്നെയാണ്. മിനയും മുസ്ദലിഫയും അറഫയും എല്ലാം ഇബ്രാഹിമി സ്മരണയുടെ ഒരു സ്തൂപങ്ങളായി, വലിയ സ്മാരകങ്ങളായി നിലനിൽക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ചില സമയങ്ങൾ ദുൽഹജ്ജിന്റെ 9, 10 ഇതൊക്കെ ഇബ്രാഹിമി അനുസ്മരണത്തിന്റെ ഒരു വലിയ പീരീഡായി അല്ലെങ്കിൽ ഒരു സമയമായി നമ്മുടെ മുന്നിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള സർവ്വ സൽക്കർമ്മങ്ങളും ഈ ദുൽഹജ്ജ് മാസത്തിൽ ഉദ്ഹിയ, പെരുന്നാൾ നിസ്കാരം, അതുപോലെ തന്നെ തക്ബീർ, ഹജ്ജ് എല്ലാം ഇബ്രാഹിമി അനുസ്മരണയിലൂടെയാണ്. അല്ലാഹു തആല മഹാന്മാരായ അവന്റെ അമ്പിയാക്കളെ സ്മരിക്കുന്നതിന്റെ ഭാഗമായി പലതും നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണാർത്ഥം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാലയളവാണ് അല്ലെങ്കിൽ ഒരു സമയമാണ് വെള്ളിയാഴ്ച ദിവസം. ഫീഹി ഖുലിഖ ആദം എന്നുള്ളതാണ്. സയ്യിദന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർമ്മപ്പെടുത്താണ് മുഹറം 10. ലഇൻ ബഖൈതു ഇലാ ഖാബിലിൽ അസൂമന്ന താസിഅ. അടുത്ത വർഷം എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പെടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള ആദരപുരസ്സരം അവിടുത്തെ ജീവിതത്തെ അല്ലാഹു തആല ഫറോവയുടെ അധപതനത്തിലൂടെ ആദരിച്ച് മൂസ നബിയെ കടല് കടത്തി കൊണ്ടുവരുന്ന സംഭവത്തെ ഓർത്തുകൊണ്ട് മദീനയിലെ ജൂത സഹോദരന്മാർ നോമ്പെടുത്തത് കണ്ടപ്പോഴാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 9ന്റെ അന്നും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 10 മാത്രമല്ല ഞാനും നോമ്പുകാരനായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരുമായ അനുസ്മരണയുടെ ഒരു ബന്ധം, മഹാന്മാരുടെ അനുസ്മരണയുടെ ഒരു ബന്ധം ജീവിതത്തിന്റെ നിഖില നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇബ്രാഹിമി സ്മരണയിലൂടെ പോകുന്ന ഈ നാളുകളിൽ അവിടുത്തെ ചരിത്രത്തെ വായിക്കുന്നിടത്തും കേൾക്കുന്നിടത്തും പഠിക്കുന്നിടത്തും നിർണായകമായ ഒരു ചരിത്രമാണ് തീക്കുണ്ടാരത്തിന്റെ സംഭവം. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അംബിയാന്റെ ഏതാനും ആയത്തുകൾ ഇത് സംബന്ധമായിട്ടുള്ള വിവരണം നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ട്. അതിന്റെ ചെറിയ സൂചനകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ലോകത്തെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്റിന്റെ പവർ എന്താണെന്ന് ലോകത്ത് കാണിച്ചു കൊടുത്ത വലിയ ഒരു സ്ഥാനം, ആ ദിക്റിന്റെ മഹത്വം ഇന്നതാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നതിൽ വലിയ ഒരു സ്ഥാനം വഹിച്ചിട്ടുള്ള ആളാണ് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. തീക്കുണ്ടാരത്തിന്റെ സംഭവം ഉദ്ധരിക്കുന്നിടത്ത് പരിശുദ്ധമായ ഖുർആൻ ആ ദിക്റിന്റെ മഹത്വം നമ്മുടെ മുന്നിൽ കൃത്യമായി തന്നെ പറയുന്നത് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതായാലും ആ സംഭവത്തെ മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നതായി കാണാം. അബുൽ ഫിദ ഇസ്മാഇൽ ഇബ്നു കസീർ തങ്ങൾ അദ്ദേഹത്തിന്റെ ഖസസുൽ അംബിയായിലും മറ്റു പല ചരിത്ര ഗ്രന്ഥങ്ങളിൽ മറ്റു പല ഇമാമിയങ്ങളും ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഹ്രസ്വമായ ചില ഉദ്ധരണികൾ മാത്രമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ആ നാട് ഒന്നടങ്കം തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ആ തീരുമാനത്തെ നാട്ടുകാർ ഒന്നടങ്കം ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ അവർ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന വിഷയത്തെ ഒരു സമയം വരെ ഒളിച്ചു വെക്കുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചതിപ്രയോഗം നടത്തിയെന്ന ഖുർആൻ പറയുന്നു. മഹാനവറുകളെ അതിലേക്ക് ചതിയിലൂടെ കൊണ്ടുവരപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അതല്ല, ആ നാട് മൊത്തവും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതിലേക്ക് നിർബന്ധിക്കും വിധം മഹാനവറുകളെ ഒരു തടവ് പുള്ളിയെ പോലെയുള്ള ഒരു പരിഗണനയിലൂടെ. എന്താ കാരണം? അവരുടെ ആരാധ്യ വസ്തുക്കളെ നശിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണ് എന്ന ആ ഒരു ധാരണയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാഗത്തു നിന്നും ഇലാഹി ചിന്തയിലേക്കും തൗഹീദിലേക്കും ഒരു ജനതയെ കൊണ്ടുവരാൻ താൻ ഏറ്റെടുത്ത ദൗത്യപൂർത്തീകരണത്തിന്റെ ഭാഗമായി ചെയ്യേണ്ടി വന്ന ഒരു ഹിക്മത്തിന്റെ പണി ഉണ്ടായിരുന്നു. അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ നിർജീവങ്ങളായ കുറെ നിർമ്മിത വസ്തുക്കളാണെന്നും അവയ്ക്ക് യാതൊരു ശക്തിയും കഴിവുമില്ല, നിങ്ങളുടെ വിലപ്പെട്ട സമയവും ചിന്തയും അതിന്റെ പിന്നാലെ പോയി കളയല്ലേ എന്നും തൗഹീദിലേക്ക് വരണമെന്നും മഹാനവറുകൾ അവതരിപ്പിച്ചതിന്റെ ഒരു ഹിക്മയാണ്, ഒരു തന്ത്രമാണ് തീക്കുണ്ടാര സംഭവത്തിലേക്ക് എത്തിക്കാൻ കാരണമായ വിഗ്രഹങ്ങളെ തച്ചുടച്ച സംഭവം. ഈ സംഭവം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നുബുവത്തിന്റെ ഔദ്യോഗികമായ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ടല്ല എന്നുള്ളതും മുഫസ്സിരിങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. 40 വയസ്സിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായതെന്നും പറയുന്നുണ്ട്. എന്തായാലും അവിടുന്ന് ഓർമ്മ വെച്ച കാലം മുതൽക്ക് തൗഹീദിന് വേണ്ടി ജോലി ചെയ്ത ആളാണ്, തൗഹീദിന് വേണ്ടി ഖിദ്മ ചെയ്ത ആളാണ്. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബ്ൽ വകുന്നാ ബിഹി ആലിമീൻ എന്ന ഖുർആൻ പറഞ്ഞത്. സാധാരണ നുബുവത്തിന്റെ പക്വതയും നുബുവത്തിന്റെ ഉത്തരവാദിത്വവും അല്ലാഹു തആല ഏൽപ്പിക്കുന്ന പ്രായത്തെക്കാൾ മുമ്പേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അത്രത്തോളം നുബുവത്തിന്റെ പക്വതയും പ്രാപ്തിയും നേരത്തെ ലഭിച്ചിട്ടുള്ള അപൂർവം ചില അമ്പിയാക്കളിൽപ്പെട്ട ഒരാളാണ് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം. സ്വാഭാവികമാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം ഇത്തരം ഇടപെടലുകൾ നടത്തുക എന്നുള്ളത്. അതിനോടനുബന്ധമായി അനുഭവിക്കേണ്ടി വന്ന ഈ വലിയ ത്യാഗം ആ നാട്ടുകാർ മുഴുവനും ഒന്നടങ്കം കൈകോർത്തു കരിച്ചു കളയാൻ വേണ്ടി. അതിന് അവർ തെരഞ്ഞെടുത്തത് ഒരു വെള്ളം വറ്റിയ വലിയ തടാകത്തെയാണ് അവർ തെരഞ്ഞെടുത്തത്. ശേഖരിച്ച് മാസങ്ങളോളം വർഷങ്ങളോളം ശേഖരിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പല വിറക് കെട്ടുകളും കൊണ്ടുവന്ന് ഈ തടാകത്തിൽ കുന്നുകൂട്ടിയെന്ന, തടാകത്തിന്റെ ആഴമേറിയ ആ കുഴികളിലേക്കൊക്കെ ഈ വിറക് കെട്ടുകൾ നിറച്ചിട്ട് ആ തടാകം ഇങ്ങനെ വലിയ ഒരു വിശാലമായ മൈതാനം പോലെ വിറക് കൊണ്ട് നിറയ്ക്കപ്പെട്ടു. എത്രത്തോളം ആ ജനങ്ങൾ വദാലിക അന്നഹും ശറഉ യജ്മഊന ഹതബൻ മിൻ ജമീഇ മാ യുംകിനുഹും മിനൽ അമാകിനി ഫമക്സൂ മുദ്ദതൻ യജ്മഊന ലഹു ഹത്താ ഇന്നൽ മർഅത മിൻഹും കാനത് ഇദാ മരിദത് തൻദുറു ലഇൻ ഉഫിയത് ലതഹ്മിലന ഹതബൻ ലഹരീഖ ഇബ്രാഹിം എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം. ആ ജനത മുഴുവനും വിറക് ശേഖരിച്ചു കഴിയുന്ന എല്ലാ ഭാഗങ്ങളിൽ നിന്നും. ആ ജനതയുടെ ഇടയിൽ ഒരു പെണ്ണ് നേർച്ചയാക്കും, ആ പെണ്ണിനൊരു ദീനം വന്നാൽ, ആ രോഗമൊന്ന് മാറിക്കിട്ടാണെങ്കിൽ ഞാൻ ആരാധിക്കുന്ന എന്റെ ആരാധ്യ വസ്തുക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇബ്രാഹിമിനെ കരിക്കുന്നോടത്തേക്ക് അലൈഹിസ്സലാം എന്റെ വക ഇത്ര വിറക് എന്ന് പെണ്ണ് നേർച്ചയാക്കും. അങ്ങനെ അവരുടെ ആരാധനയുടെ ഭാഗമായി അവർ ചേർക്കും വിധം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിച്ചു കളയുക എന്നത് ആ നാട്ടുകാർ ഏറ്റെടുത്ത ഒരു വലിയ കർമ്മം, അല്ലെങ്കിൽ ഒരു വലിയ പ്രതികാരം, പ്രതിരോധം എന്നൊക്കെ പറയും വിധം ചരിത്രം ഇത് ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കത്തിക്കാനുള്ള വിറക് കെട്ടുകൾ, വിറക് കൂമ്പാരങ്ങൾ, തടാകം നിറഞ്ഞു നിൽക്കുന്ന ആ വിറകും കൂമ്പാരങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങ് കത്തിച്ചു. അതിങ്ങനെ അങ്ങ് ആളിക്കത്താൻ തുടങ്ങി. അതിങ്ങനെ തീ ആളുമ്പോഴുള്ള ഒരു ശബ്ദം പ്രകടിപ്പിക്കാൻ തുടങ്ങി. വലിയ ഒരു ആളലാണ്, ശബ്ദമാണ്. പിന്നെയോ കൂടുതൽ ആളിക്കത്തി. ആ തീ ഇങ്ങനെ വലിയ പ്രകമ്പന ശബ്ദത്തോടുകൂടെ തീ ആളുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, വലിയ ശബ്ദം. ആ ശബ്ദത്തോടുകൂടെ മുകളിലേക്ക് ഉയരുമ്പോ അതിന്റെ മുകളിലൂടെ തീപ്പൊരികൾ ഇങ്ങനെ പാറാൻ തുടങ്ങി. അങ്ങനെ
ലം യുറ മിസ്ലുഹു ഖത്തു, അതുവരെ അങ്ങനത്തെ ഒരു തീ കാണപ്പെട്ടിട്ടില്ല. അത്രത്തോളം തീ ഇങ്ങനെ കത്തിച്ചു. തീ കത്തിക്കുമ്പോൾ ജനങ്ങൾ തൊട്ടടുത്ത് നിൽക്കാൻ പാടില്ല. കാരണം കാറ്റിങ്ങ് വരുമ്പോൾ തീ നാളങ്ങൾ മുഴുവനും ഇങ്ങോട്ട് ചുരിയും അങ്ങോട്ട് ചുരിയും. അപ്പൊ അരികത്ത് നിൽക്കാൻ പറ്റില്ല, അത്രയും വലിയ തീയാണ്. എല്ലാവരും അകന്നു മാറി. ثم وضعوا إبراهيم في كفة من جنيق صنعهم لهم رجل من الأكادر يقال له هيزن وكان أول ما صنع المجانيق. ചരിത്രത്തിൽ കാണാം ഈ മഹാന പിന്നെ എങ്ങനെയാ തീക്കുണ്ടാരത്തിന്റെ നടുവിലേക്ക് വലിച്ചെറിയ. തീക്കുണ്ടാരത്തിന്റെ നടുവിലിടണം, എങ്ങോട്ടും ഓടിപ്പോകാൻ പാടില്ല. നല്ല നല്ല വിസ്തീർണത്തിൽ നല്ലൊരു ഏരിയ തന്നെയുണ്ട് തീ. അങ്ങനെ ഇരിക്കുമ്പോൾ ആരാണ് തീക്കുണ്ടാരത്തിന്റെ നടുവിലേക്ക് ഇദ്ദേഹത്തെ എറിയ? ഒരു മനുഷ്യനെ മറ്റു മനുഷ്യർ വലിച്ചെറിയുമ്പോൾ അത് എറിയലിന്റെ സ്പീഡിനൊക്കെ ഒരു പരിധിയുണ്ട്. കൈയും കാലം വെച്ച് ഇങ്ങനെ ആട്ടി എറിഞ്ഞാലൊക്കെ ഒരു പരിധി വരെ പോവും. അപ്പോൾ നടുവിലെത്തിക്കണം, ഒരുപാട് ദൂരേക്ക് വലിച്ചെറിയാൻ പറ്റിയൊരു ഉപകരണം കണ്ടെത്തണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കാറുള്ള ഈ കവണ എന്ന് പറഞ്ഞിട്ടൊരു ഉപകരണമുണ്ട്. രണ്ട് കമ്പ് ഇങ്ങനെ വിടർന്ന് നിന്നിട്ട് അതിന്റെ നടുവിലൂടെ ഒരു റബ്ബർ നാട, അതിൽ കല്ലിങ്ങനെ വെച്ചിട്ട് വലിച്ചു വിടുന്ന ഒരു കവണ പോലെ, കവണ എന്നാ പറയാ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനങ്ങനെ പറയാം, മിഞ്ചനീഖ് എന്ന് പറയും. ആ ഉപകരണത്തിലൂടെ ഒരു റബ്ബർ നാട പോലെ വലിഞ്ഞാൽ മുന്നോട്ട് വലിയ ടെമ്പറോടുകൂടെ വസ്തുക്കളെ തട്ടിത്തെറിപ്പിക്കാൻ കഴിയുന്ന ഒരു റബ്ബർ നാട പോലത്തെ ഒന്ന് ബന്ധിച്ച് ഒരു വലിയ കവണ ഉണ്ടാക്കിയിട്ട് സയ്യിദനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ ഉപകരണം വഴി തീനാളത്തിന്റെ നടുവിലേക്ക് വലിച്ചെറിയാം എന്ന ആശയവുമായി ഹൈസൻ എന്ന് പറയുന്ന ആ നാട്ടിലെ ഒരു ഭാഗ്യദോഷമുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ അവനെ കുറിച്ച് പറയാം, ലഅനത്തുല്ലാഹി അലൈഹി, ഹൈസൻ അത് കൊണ്ടുവന്നു. ലോകത്ത് ആദ്യമായിട്ട് ഈ ഉപകരണം ഉണ്ടാക്കിയത് ഹൈസൻ ആണ്. ആ ഉപകരണം അത്ര ഭംഗിയുള്ള ഉപകരണമൊന്നുമല്ല. ആ ഉപകരണം ഖലീലുല്ലാഹി തങ്ങളെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇരുമ്പ് കടയിലൊക്കെ, ഇരുമ്പ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിലൊക്കെ ഈ ഉപകരണം കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. സ്റ്റേഷനറി കടയിലും പലപ്പോഴും കാണാറുണ്ട്. ഏതായാലും അത് അത്ര അനുഗ്രഹീതമായ ഉപകരണമൊന്നും അല്ല. അത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കുക എന്ന് നാം ഓരോരുത്തരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാം. ആ ഉപകരണം ലോകത്താദ്യം നിർമ്മിച്ചത് മഹാനവറുകളെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാണ്. ഏതായാലും അതിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെച്ചിട്ട് എല്ലാവരും കൂടി ഒന്ന് പിന്നോട്ട് വലിച്ചാൽ ആ റബ്ബർ നാട കൊണ്ടുപോയി മഹാനവറുകളെ തെറിപ്പിച്ച് തീക്കുണ്ടാരത്തിന്റെ നടുവിൽ ചാടിക്കും എന്ന ആശയമാണ് ഹൈസൻ എന്ന കണ്ടുപിടുത്തക്കാരൻ കൊണ്ടുവന്നത്. അത് വിജയിച്ചു. ഏതായാലും ഹൈസൻ എന്ന വൃത്തികെട്ടവന്റെ അവസ്ഥ കേട്ടോളൂ. ലഅനത്തുല്ലാഹി അലൈഹി ഫഖസഫല്ലാഹു ബിഹിൽ അർള ഫഹുവ യതജൽജലു ഫീഹാ ഇലാ യൗമിൽ ഖിയാമ. അവനെ ഭൂമി വിഴുങ്ങി അവനിങ്ങനെ ഭൂമിയിലേക്ക് ആണ്ടാണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവൻ ഭൂമി ഇങ്ങനെ വിഴുങ്ങി അവൻ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാനുള്ള ഉപകരണം കണ്ടെത്തി. ثم أخذوا يقيدونه ويكتفونه وهو يقول لا إله إلا أنت سبحانك رب العالمين لك الحمد ولك الملك لا شريك لك. മഹാനവറുകളെ എല്ലാരും കൂടിയിട്ട് വന്ന് ചുരുട്ടിക്കൂട്ടി അങ്ങോട്ട് കെട്ടി, എന്നിട്ടോ ഒരു ബോൾ പോലെയാക്കി. അപ്പോഴും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശ്വസന നിശ്വാസമുണ്ട്, ശബ്ദം പുറത്തു വരുന്നുണ്ട്. പുറത്തേക്ക് വരുന്ന ശബ്ദം ഇതാണടോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക റബ്ബിൽ ആലമീൻ ലക്കൽ ഹംദു വലക്കൽ മുൽക്കു ലാ ശരീക ലക. അല്ലാഹുവേ, നീ അല്ലാത്ത മറ്റൊരു ആരാധ്യനില്ല അല്ലാ, നീ സർവലോക സംരക്ഷകനാണ് അല്ലാ, നിനക്കാണ് സർവസ്തുതിയും അല്ലാ, സർവ അധികാരങ്ങളും നിനക്കാണ് അല്ലാ, നീ അല്ലാത്ത മറ്റൊരു ആരാധ്യനില്ല, നിന്നിൽ ആരും പങ്കുകാരില്ല അല്ലാ. തൗഹീദിന്റെ ദിക്റും ചൊല്ലിയിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവർ വലിച്ചു ഒട്ടിച്ച് ചുരുട്ടി കയറുകൊണ്ട് ഇങ്ങനെ മുറുക്കി കെട്ടുമ്പോഴും അവിടുന്ന് വിളിച്ചു പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സമാനതകൾ പുലർത്തുന്ന ദിക്റായിരുന്നു. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു
قال رسول الله صلى الله عليه وسلم لما ألقي إبراهيم في النار قال اللهم إنك في السماء واحد وأنا في الأرض واحد أعبدك. സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനെ മാത്രമാണ് മനസ്സിൽ കൊണ്ടു നടന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അന്നേരം പറഞ്ഞ വാക്കുണ്ട്, അള്ളാഹുവേ, ആകാശങ്ങളുടെ അധിപനായ അള്ളാഹുവേ, നീ ഒറ്റയ്ക്കാണല്ലോ അല്ലാ, നീ ഏകനാണല്ലോ അല്ലാ, ഞാനും ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കുന്ന ഏക മനുഷ്യനാണ് അല്ലാ. തൗഹീദ് പറയാൻ ഇന്ന് ഭൂമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ അല്ലാ. അള്ളാഹുവേ, തൗഹീദ് പ്രചരിപ്പിക്കണമല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന നേരത്തെ വിളിച്ചു പറഞ്ഞ, തീക്കുണ്ടാരത്തിലേക്ക് പറന്നു പോയി ചാടുമ്പോൾ വിളിച്ചു പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇത് ചൊല്ലിയിട്ട് തീക്കുണ്ടാരത്തിലേക്ക് ചാടാം. ചാടിയിട്ട് ഉടനെ പറയാണ്, അല്ലാഹുമ്മ ഇന്നക ഫിസ്സമായി വാഹിദുൻ, ആകാശത്തിന്റെ അധിപനായ അല്ലാഹ്, നീ ഏകനാണല്ലോ തമ്പുരാനെ, ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കുന്ന ഏക അടിമയും ഞാനാണ് അല്ലാഹ്. അങ്ങനെ പറഞ്ഞത് മഹാന്മാരായ പല സലഫ് സാലിഹീങ്ങളായ മഹാന്മാരും പറയുന്നുണ്ട്, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അറള ലഹു ഫിൽ ഹവാ, ആകാശത്തിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഈ വായുമണ്ഡലത്തിൽ ജിബ്രീൽ നിന്നുകൊടുത്തു. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നേരെ ചോദിക്കാൻ തുടങ്ങി, അലക ഹാജ, എന്നെ കൊണ്ട് വല്ല ആവശ്യമുണ്ടോ ഇബ്രാഹിം നബിയെ? ഖാല, ഇബ്രാഹിം നബി തിരിച്ചു ചോദിച്ചു, അമ്മാ ഇലൈക ജിബ്രീലെ, നിന്റെ ആവശ്യം എനിക്ക് ഉണ്ടോ എന്നാണോ നീ ചോദിക്കുന്നത്? എന്നാൽ കേട്ടോ, ഫലാ, നിന്റെ ഒരാവശ്യവും എനിക്കില്ല, നിന്റെ ഒരാവശ്യം എനിക്കില്ല. ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാ, ഞാനിത് അനുഭവിക്കന്നെ. അവന്റെ തീരുമാനം ഇതാണെങ്കിൽ ഞാനത് ഉൾക്കൊള്ളണമല്ലോ, ഞാനതിന് വഴിപ്പെടണമല്ലോ. ഇനി കണ്ടോളൂ. സയ്യിദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജഅല മലക്കുൽ മത്രി യഖൂലു, അപ്പോഴാണ് മീകായിൽ അലൈഹിസ്സലാം വരുന്നത്, മഴയുടെ മലക്ക് മീകായിൽ അലൈഹിസ്സലാം വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, മത്ത ഉമർ ഫഉർസിലൽ മത്റ, മഹാനായ മീകായിൽ വന്നിട്ട് പറഞ്ഞു, എപ്പോഴാണ് അള്ളാഹു ഒരു മഴ പെയ്യിക്കാൻ എന്നോട് പറയുന്നത്? അതും നോക്കിയാ ഞാൻ ഇരിക്കുന്നത്, നല്ല മഴ ഒരെണ്ണം ഞാൻ തന്നേക്കാം. അള്ളാഹു പറഞ്ഞിട്ടില്ല ഇതുവരെ. മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിം നബി അങ്ങ് വിഷമിക്കേണ്ട, ഫകാന അംറുല്ലാഹി അസ്റഅ, അള്ളാന്റെ കൽപ്പന എന്ന് പറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കാവുന്നതാണ്, എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അള്ളാന്റെ കൽപ്പനയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം. അള്ളാന്റെ ഖലീലിനെ ആ തീക്കുണ്ടാരത്തിലിട്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കണേ. ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നവരാ നമ്മള്, അല്ലേ? ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാത്തവർ ആരുമില്ല. റബ്ബുമായി ബന്ധമുണ്ടോ നമുക്ക് പ്രയാസം ജീവിതത്തിൽ ഉറപ്പാണ്. അല്ലാതെ എങ്ങനെയാ റബ്ബിനോട് ബന്ധം ഉണ്ടാവാ? നമ്മളെപ്പോഴും പറയുന്ന ഒരു പരാതിയാണ്, അല്ലാഹുവേ, ഞാൻ ഒരുപാട് നിസ്കരിച്ചല്ലോ, എന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഇടങ്ങേറ് പോണില്ലല്ലോ. റബ്ബേ, ഞാൻ ഒരുപാട് ഓതുന്നുണ്ടല്ലോ അല്ലാ, ഞാൻ ഒരുപാട് ദാനധർമ്മം ചെയ്യുന്നുണ്ടല്ലോ തമ്പുരാന്, എന്നിട്ട് എനിക്ക് പ്രയാസങ്ങളാവുള്ളത്, എന്നിട്ട് എന്റെ കുടുംബത്തിൽ നിന്ന് വിഷമങ്ങൾ മാറുന്നില്ലല്ലോ. നമ്മളെല്ലാവരും പറയുന്ന, പരാതിപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ചെയ്താലുണ്ടാവാ എന്തുണ്ടാവാ? പ്രയാസങ്ങൾ ഉണ്ടാവാ. അശദ്ദുന്നാസി ബലാഅനിൽ അംബിയാഉ വൽഔലിയാഉ സുമ്മൽ അംസലു ഫൽ അംസൽ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമാർക്കാണോ അവർക്കാണ് കൂടുതൽ ബല. അശദ്ദുൽ അംബിയാഇ അശദ്ദുൽ ബലാഇ അശദ്ദുന്നാസി ബലാഅനിൽ അംബിയാ. ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ബല ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മഹാന്മാരായ അംബിയാക്കളാണ്. അശദ്ദുന്നാസി ബലാഅനിൽ അംബിയാ വൽ ഔലിയാ സുമ്മൽ അംസൽ ഫൽ അംസൽ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയുടെ ജാമിഉൽ അഹാദീസിലൊക്കെ ഈ ഹദീസ് കാണാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അമ്പിയാക്കൾക്ക്, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക്, പിന്നെ അതുപോലെയൊക്കെ ആകാൻ ശ്രമിക്കുന്ന നല്ല മനുഷ്യന്മാർക്കാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കാനുള്ളതാണ്. ഈ ജീവിതം ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു നൽകിയത് പരീക്ഷിക്കാനാണ്.
ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഈ ചെറിയ കാലയളവ് പരീക്ഷണമാണെന്ന് ഖുർആൻ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു ജീവിതവും മരണവും പടച്ചു. ജനനവും മരണവും അല്ലാഹുവിൻ്റെതാണ്. എന്നിട്ടോ അല്ലാഹു ഇത് പടച്ചതെന്തിനാ? ജനനം മുതൽ മരണം വരെയുള്ള ഒരു കാലയളവ് നമുക്ക് അതിൻ്റെ ഇടയിൽ തന്നിട്ടുണ്ട്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മുഹ്സിൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരാ മുഹ്സിൻ? മുഹ്സിൻ എന്ന് പറഞ്ഞാൽ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹനെ കാണുന്ന പോലെ ആരാധിക്കുന്ന ആള്, അള്ളാഹ് അവനെ കാണുന്നുണ്ട് എന്ന ബോധം അവനുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ആള് നിങ്ങളാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പരീക്ഷണം തരുന്നത്. അപ്പൊ ഈ തന്ന പരീക്ഷണത്തെ തനിച്ചിരിക്കുമ്പോൾ അള്ളാഹനെ ഓർക്കാനുള്ള ഒരു മാധ്യമമായി കാണാനുള്ള മനസ്സാണ് ഒരു ഇബ്രാഹിമി ചര്യ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാന്റെ ഖലീലായിട്ട് തന്നെ ആ നാട്ടുകാർ മുഴുവനും കൂടിയിട്ട് കത്തിക്കുക ചെയ്തത് അത്രയും വലിയൊരു പരീക്ഷണം. അത്രയും വലിയ ഒരു പരീക്ഷണം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ തൗഹീദിന്റെ പ്രചാരണത്തിന് ഇറങ്ങിയ മനുഷ്യന് കിട്ടിയ അവസ്ഥയാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും തരല്ലേ അല്ലാ. താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ. ഇബ്രാഹിം നബിയുടെ ഈമാനൊന്നും ഞങ്ങൾക്കില്ല അല്ലാ. നീ അങ്ങനെ ഞങ്ങളെ പരീക്ഷിക്കില്ലേ അല്ലാ. ഞങ്ങൾ പാവങ്ങളാ അല്ലാ, കാക്കണേ അല്ലാ. അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് പരീക്ഷണമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞയച്ചു. മഹാന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം, അള്ളാഹു ആ തീക്കുണ്ടാരത്തെ സുരക്ഷിതത്വം നൽകുന്ന തണുപ്പ് ആക്കി. വെറും തണുപ്പാക്കിയാൽ പ്രയാസ, തണുപ്പ് തന്നെ സുരക്ഷിതത്വം നൽകുന്നു. വസ്സലാമൻ അലാ ഇബ്രാഹിം എന്നും കൂടി ഖുർആനിൽ ആയത്തുണ്ട്. അള്ളാഹു ഇതിൽ കൂടുതൽ എന്താ ചെയ്തു കൊടുക്കുക? അള്ളാഹുവിന്റെ ഖലീലിനെ അള്ളാഹു വേദനിപ്പിച്ചില്ല. സത്യത്തിൽ ഖലീലുല്ലാഹി തങ്ങൾക്കൊരു വിശ്രമം കൊടുത്തതാണ് അത്തിക്കുണ്ടാറ്. മഹാനവറുകൾ അടങ്ങിയിരിക്കുക ചെയ്യുന്നത്. സ്വന്തം കാര്യങ്ങളിൽ ഇലാഹി ചിന്തയിൽ ഒരു ശല്യമില്ലാതെ തനിച്ചിരിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം, അത്രേ ഉള്ളൂ. ആ മഹാനവറുകൾ ആ സന്ദർഭത്തെ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് അത്ര അടുത്ത ആളായതുകൊണ്ട് ഒരു കാരാഗ്രഹമല്ല കൊടുത്തത്. ഇലാഹി ചിന്തയ്ക്ക് വേണ്ടി തനിച്ചിരിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയത് കാരാഗ്രഹമല്ല, തീക്കുണ്ടാരാ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയത് കാരാഗ്രഹമാണ്, ജയിലാണ്. ഇലാഹി ചിന്തയിൽ കഴിയാൻ കിട്ടിയ, തനിച്ചിരിക്കാൻ കിട്ടിയ അവസരങ്ങൾ ആലോചിച്ച് നോക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു തീക്കുണ്ടാരത്തെ തണുപ്പും സുരക്ഷിതത്വവുമാക്കി എന്ന് ഖുർആൻ. മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോളൂ. ലം യൻതഫിഅ അഹ്ലുൽ അർളി യൗമഇദിൻ ബിനാരിൻ വലം തുഹ്റഖ മിൻഹു സിവാ വിസാഖിഹി. ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിഞ്ഞിട്ട് അന്നത്തെ ആ നാട്ടുകാർക്ക്, ആ ജനങ്ങൾക്ക് ആ തീക്കുണ്ടാരം കൊണ്ട് യാതൊരുവിധ പ്രയോജനവും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവരായി കെട്ടിപ്പൂട്ടി മഹാനവറുകളെ ചുരുട്ടിക്കെട്ടിയ കയറുകൾ മാത്രമാണ് തീയിൽ വെച്ച് കരിഞ്ഞിട്ടുള്ളൂ. ഇബ്രാഹിം നബിക്ക് ഒന്നും പറ്റിയിട്ടില്ല അലൈഹിസ്സലാം. وقال الضحاك يرى أن جبريل عليه السلام كان معه يمسح العرق عن وجهه لم يصب منها شيء غيره. തീയിന്റെ ചൂട് എന്ന് പറഞ്ഞപ്പോ എന്താ ചൂട്? ചൂടല്ലല്ലോ, തണുപ്പാണല്ലോ തീ. ഇബ്രാഹിം നബിക്ക് മാത്രം തണുപ്പായിരുന്നു അലൈഹിസ്സലാം. ലഹാക്ക് തങ്ങൾ പറയുന്നുണ്ട്, പുറത്തു നിന്ന് നോക്കിയാൽ കാണുമായിരുന്നു അത്രേ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തുണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്തിലൂടെ ഇറ്റുവരുന്ന ആ വിയർപ്പിനെ തുടച്ചു കളയാൻ. തീയിന്റെ ചൂടേ ഇല്ല, തീ തണുപ്പാണെങ്കിലും ഒന്ന് നെറ്റി വിയർക്കണം. അപ്പോഴാണ് ആ തണുപ്പ് കൊണ്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് പോകും. ഈ വിയർപ്പ് തുടയ്ക്കാൻ ഒരു ഖാദിമായി
തീ കുണ്ടാരത്തിന്റെ അകത്ത് ഉണ്ടായിരുന്നു സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകട്ടെ. പടച്ചോനെ, കേൾക്കുമ്പോൾ എന്തൊരു അത്ഭുതം! ഈ ചരിത്രമൊക്കെ പറയുന്നത് ഇബ്നു കസീറാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു തീമിയയുടെ ശിഷ്യനാണ്. അതും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഇനി തീക്കുണ്ടാരെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പകൽ സമയത്ത് വെയിലത്തായിരിക്കണം. അപ്പൊ വെയിലിന്റെ ചൂട് പോലും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തീയിന്റെ അകത്ത് തീയിന്റെ ചൂടില്ല, പക്ഷെ വെയിലിന്റെ ചൂടടിക്കാൻ പാടില്ല. അവിടെ മരമൊന്നും ഉണ്ടാവില്ലല്ലോ, തീയല്ലേ. അപ്പൊ വെയിലിന്റെ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി തണലിട്ട് കൊടുക്കാൻ തണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലക്കിനെ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ. ഇബ്രാഹിം അലൈഹിസ്സലാം ഫി മൈലിൽ ഹുമിയ ഹൗലഹു നാറുൻ വഹുവ ഫീ റൗളത്തിൽ ഖദറാ വന്നാസ് യൻദുറൂന ഇലൈഹി ലാ യഖ്ദിറൂന അലൽ വസൂലി വലാ ഹുവ യഖ്റുജു ഇലൈഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പൊ തീക്കുണ്ടാരത്തിൽ വന്ന് കിടക്കുന്നത് കരഭാഗത്ത് നിന്നും, അതായത് തീ ഇല്ലാത്ത ജനങ്ങൾ കൂടി നിൽക്കുന്ന ഭാഗത്ത് നിന്നും ഏകദേശം 1 മൈൽ അകലത്തിലാണ് നിൽക്കുന്നത്. ആ 1 മൈൽ അകലമുണ്ട് തീക്കുണ്ടാരം വിട്ട് പുറത്തേക്ക് കിടക്കാൻ. ഇപ്പൊ കിടക്കുന്ന ഭാഗത്ത് നിന്നും ചുറ്റും 1 മൈൽ അകലം സഞ്ചരിച്ചാലാണ് തീക്കുണ്ടാരത്തിന്റെ പുറത്ത് വരൂ. അത്രയും വലിയ തീക്കുണ്ടാരായിരുന്നു. മഹാനവറുകളുടെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോവാൻ ജനങ്ങൾക്കും പറ്റൂല. മഹാനവറുകൾ തിരിച്ചിങ്ങോട്ട് പോരലും നടക്കൂല. മഹാനവറുകൾ അവിടെ കഴിഞ്ഞത് ഏതുപോലെ? മഹാനവറുകൾ കഴിഞ്ഞത് ഒരു പച്ച പിടിച്ചു നിൽക്കുന്ന പൂന്തോട്ടത്തിൽ എന്ന പോലെയായിരുന്നു. അത്രത്തോളം സൗഖ്യം അള്ളാഹു പ്രദാനം ചെയ്തു ആ തീക്കുണ്ടാരത്തിന്റെ അകത്ത്. അള്ളാഹുവേ, തൗഫീഖ് നൽകണേ അള്ളാഹ്. അപ്പൊ നമ്മുടെ കാഴ്ചയിൽ കാണുന്ന പോലെയല്ല, അള്ളാന്റെ പരീക്ഷണത്തിൽ അള്ളാന്റെ സഹായമുണ്ട്. അള്ളാന്റെ സഹായം ഉള്ളതിന്റെ കൂടെ അള്ളാന്റെ പൊരുത്തം ഉണ്ടല്ലോ, ഉറപ്പായിട്ടും. അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും റബ്ബിന് നമ്മോടുള്ള സന്തോഷവും ഒക്കെ ഉണ്ട്. കൂട്ടത്തിൽ അള്ളാഹുവിന്റെ സഹായവും ഉണ്ട്. അള്ളാഹ് പരീക്ഷിച്ചോട്ടെ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹു നമുക്ക് സഹായങ്ങൾ തരട്ടെ. ഇനി കണ്ടോളൂ, മറ്റൊരു ഹദീസ് കാണാം. عن أبي هريرة رضي الله عنه قال أحسن كلمة قالها أبو إبراهيم. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന ആസർ, അദ്ദേഹം ഒരു വിഗ്രഹ ആരാധകനും വിഗ്രഹ കച്ചവടക്കാരനുമായിരുന്നു. പക്ഷെ അയാൾ ശ്രദ്ധിച്ചിരുന്നു, മകൻ തീക്കുണ്ടാരത്തിലേക്ക് ഇങ്ങനെ ആ മിൻജനീഖ് എന്ന് പറയുന്ന ഉപകരണത്തിൽ നിന്നും തെറിച്ചു പോകുന്ന നേരത്ത് ഈ മകൻ പറഞ്ഞ വാക്കുകൾ ആ പിതാവ് ശ്രദ്ധിച്ചിരുന്നു. അയാൾ പറഞ്ഞു അത്രേ, أحسن كلمة قالها إبراهيم إذ قالها أبو إبراهيم إذ قال لما رأى ولده على تلك الحال نعم الرب ربك يا إبراهيم. റബ്ബ് എന്ന് ഞങ്ങളും പറയാറുണ്ട് ഞങ്ങളുടെ ദൈവങ്ങളെ കുറിച്ച്. പക്ഷെ അതൊന്നുമല്ല റബ്ബ്. ഏറ്റവും നല്ല റബ്ബ് നിന്റെ റബ്ബാണ് ഇബ്രാഹിം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവ് പോലും പറഞ്ഞു പോകും വിധം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തവക്കുല് അവർക്ക് ബോധ്യപ്പെട്ടു. എന്തായിരുന്നു തവക്കുല്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. അല്ലാഹ് മതി എനിക്ക്, അല്ലാഹ് മതി, അല്ലാഹ് മതി, വേറൊന്നും വേണ്ട. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഒരുപാട് റബ്ബിനെ ഞാൻ സെയിൽ ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് റബ്ബിനെ ഞാൻ ആരാധിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് റബ്ബിനെ മറ്റുള്ളവരുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഒരുപാട് റബ്ബിനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല റബ്ബ്, ഞാൻ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല റബ്ബ് എന്റെ മകൻ ഇബ്രാഹിം വിളിച്ച ആ റബ്ബാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് പറഞ്ഞിരുന്നു എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്. കണ്ടോളൂ. റവാ ഇബ്നു അസാകിർ അൻ ഇക്രിമ അൻ ഉമ്മി ഇബ്രാഹിമ റളിയല്ലാഹു അൻഹാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ ഒരു സംഭവം മഹാന്മാർ ഉദ്ധരിക്കുന്നത് കണ്ടോളൂ. ഇബ്നു കസീർ തന്നെ രേഖപ്പെടുത്തുന്നു. നദറത്ത് ഇല ബിനിഹാ. വാപ്പയുടെ സംഭവം എന്താ? വാപ്പ പറഞ്ഞു, എന്റെ മോൻ വിളിച്ച റബ്ബിനെ ഏറ്റവും നല്ല റബ്ബ് എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ തന്നെ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ ഈ സന്ദർഭത്തിലുള്ള ഇടപെടൽ നോക്കിക്കോളൂ. ഉമ്മ വന്ന് നോക്കിയപ്പോൾ മോനെ നോക്കി വന്നു എല്ലാരും പറഞ്ഞു, ഇബ്രാഹിം എന്ന മകനെ, ഞാൻ പറഞ്ഞിരുന്നു 40 വയസ്സായിട്ടില്ല എന്നുള്ളത്. എത്ര വയസ്സ് എന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മഹാനവറുകൾക്ക് ഏതായാലും 40 വയസ്സായിട്ടില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. മഹാനവറുകളുടെ ഉമ്മ വന്ന് കാണുന്നു, എവിടെന്നോ കേട്ടറിഞ്ഞു വരികയാ.
പൊന്നുമോനെ നമ്രൂദ് രാജാവിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് ജനങ്ങളെല്ലാവരും ആ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. അപ്പൊ ഉമ്മ വന്നിട്ട് നോക്കിയപ്പോ അല്ലാഹുവേ ഫനാദത്തുഹു യാ ബുനയ്യ. ഉമ്മമാർക്ക് അങ്ങനെയാണല്ലോ മക്കളോടുള്ള സ്നേഹം. അങ്ങനെയല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ കുട്ടികൾ കിണറി ചാടി മരിച്ചു എന്നുള്ള വാർത്തയിൽ തന്നെ അതിന്റെ കൂടെ അമ്മയും ചാടി എന്ന് കേൾക്കാറുണ്ട്. സഹിക്കാൻ കഴിയില്ല. ആ സമയത്ത് അവരുടെ മനസ്സിൽ അത്രയും നിഷ്കളങ്കതയാണ്. വരുന്ന ഈ അടുത്ത ദിവസം ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു. അതായത് ഒരു തടാകത്തിലേക്ക് ഇറങ്ങിപ്പോയ മാൻപേട, ആ മാൻപേടയെ തടാകത്തിലെ ചീങ്കണ്ണി പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നീന്തി വരുമ്പോ കരയിൽ നിന്നും തന്റെ കുഞ്ഞ് വെള്ളത്തിലകപ്പെട്ടത് അപകടത്തിലാണെന്ന് ബോധ്യപ്പെട്ട നീന്തി തുടിക്കുന്ന കുഞ്ഞിന്റെ നേരെ ചീങ്കണ്ണി അടുത്തു വരുന്നത് ദൂരെ നിന്ന് കണ്ട, കരയിൽ നിന്ന് കണ്ട മാൻപേടയുടെ ആ തള്ള ഓടിച്ചെന്നുകൊണ്ട് ഈ ചീങ്കണ്ണിയുടെ മുന്നിലേക്ക് ചീങ്കണ്ണി വാപൊളിച്ചു വരുന്നിടത്തേക്ക് തന്റെ ശരീരം വെച്ചു കൊടുത്തു. രക്ഷപ്പെടൂല എന്ന് ഉറപ്പുണ്ട്, എന്നാലും തന്റെ കുഞ്ഞിനെ അല്ല കടിക്കേണ്ടത്, എന്നെയാ കടിക്കേണ്ടത് എന്ന് വെച്ച് ശരീരം വെച്ചു കൊടുത്ത്. കുഞ്ഞ് രക്ഷപ്പെടുന്നോ ഇല്ലയോ അത് വേറെ കാര്യം, എന്നാൽ എന്റെ കുഞ്ഞിനെ കടിക്കരുത് ഞാൻ പോയാലും. അങ്ങനെ ചിന്തിക്കും. ഏതൊരു സൃഷ്ടിയുടെ ഇടയിലും ഈ ഒരു ബന്ധമുണ്ട്. അല്ലാഹു തആല കാരുണ്യത്തെ 100 99 അവിടെ വെച്ചു, 1 ഇവിടെ ഇറക്കിയത്. ആ 1ന്റെ ഭാഗമാണ് ഹത്താ തർഫഅൽ ഫർസു ഹാഫിറഹ അൻ വലദിഹാ ഖസിയത അൻ തുസീബഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുതിര പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുതിരയുടെ കാൽച്ചുവട്ടിൽ കിടന്ന് തത്തിക്കളിക്കുന്ന കുഞ്ഞിളം പ്രായക്കാരിയായ ആ കുഞ്ഞിനെ, ആ ചെറിയ കുതിരക്കുട്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന്റെ ഇടയിൽ കുതിരയുടെ പിൻഭാഗത്തെ കാല്, അതിന്റെ പരുവരുത്ത കുളമ്പ് ഭാഗം കുതിരക്കുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കാതെ അത് വേദനിപ്പിക്കും. ആ കുതിരക്കുളമ്പടിയുടെ പരുവരുത്ത ഭാഗം കുതിരക്കുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കാതെ തള്ളക്കുതിര മാറിക്കൊടുക്കുന്നത് അള്ളാന്റെ കാരുണ്യമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതൃത്വത്തിന്റെ സ്നേഹം അങ്ങനെയാണ്. മാതൃത്വത്തിന്റെ സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയ സ്നേഹമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ കേട്ടറിഞ്ഞു ഓടി വരികയാ. മകൻ തീക്കുണ്ടാരത്തിൽ. പുറത്തു നിന്നും വിളിച്ചു പറഞ്ഞു. ഫന്നാദത്തുഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉമ്മ വിളിച്ചു. യാ ബുനയ്യ, യാ ബുനയ്യ, എന്റെ കൊച്ചുമോനെ, യാ ബുനയ്യ, എന്റെ കൊച്ചുമോനെ, എന്റെ കൊച്ചുമോനെ, ഇന്നി ഉരീദു അൻ അജീഅ ഇലൈക ഫദ്ഉല്ലാഹ യുനജ്ജിയനി മിൻ ഹർരിൻ ലിനാരിൻ ഹൗലക. മോനെ, എനിക്ക് അങ്ങോട്ട് വരണമല്ലാതെ സമാധാനമില്ല. എവിടെയാത്? മൂന്നാറിലോ വീഗാലാൻഡിലോ ഒന്നുമല്ല, തീക്കുണ്ടാരത്തിലാ. ഉമ്മ വിളിച്ചു പറയാം, മോനെ എനിക്ക് അങ്ങോട്ട് വരാൻ, നിന്നെ കാണാതെ എനിക്ക് സമാധാനമില്ല. എനിക്ക് വന്നേ പറ്റൂ മോനെ, എനിക്ക് വന്നേ പറ്റൂ. ഞാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് നീ തന്നെ അള്ളാഹുവോട് ദുആ ചെയ്യ്. അപ്പൊ ഉമ്മാക്ക് മോന്റെ വിശ്വാസത്തിലും കാര്യങ്ങളിലും ഒക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. നീ തന്നെ നിന്റെ റബ്ബനെ വിളിച്ചിട്ട് ദുആ ചെയ്യ്. നിന്റെ ചുറ്റിലുമുള്ള ഈ തീനാളങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കാൻ, എനിക്ക് പൊള്ളലേൽക്കാതിരിക്കാൻ നിന്റെ അടുത്തൊന്ന് വരണം. 1 മൈൽ അങ്ങോട്ട് സഞ്ചരിക്കണം. തീയിലൂടെ 1 മൈൽ അങ്ങോട്ട് പോകണം. നാട്ടുകാരെല്ലാവരും ഈ ഉമ്മയുടെ അലറിക്കരച്ചില് കണ്ടുകൊണ്ടിരിക്ക. എന്ത് പൊട്ടത്തറായി പറയുന്നത്? തീ വിഴുങ്ങും പെണ്ണെ, അങ്ങോട്ട് പോവല്ലേ. മോനെ, നീ അള്ളാഹുവോട് ദുആ ചെയ്യ്, നീ അള്ളാഹുവോട് ദുആ ചെയ്യ്. ഈ തീയിന്റെ ചൂട് എനിക്ക് ഏൽക്കാതിരിക്കാൻ മോനെ, നിന്റെ അടുക്കിലേക്ക് എനിക്ക് വരണം, എനിക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ ഉമൈല റളിയല്ലാഹു അൻഹാ മഹ്ദി അവറുകൾ അവിടെ നിന്നുകൊണ്ട് അലറിക്കരഞ്ഞു. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. ഖാല നഅം, ഞാൻ ദുആ ചെയ്യാം ഉമ്മ. ഫഅഖ്ബലത് ഇലൈഹി, ഇബ്രാഹിം നബിയുടെ നേരെ ഉമ്മ ചെന്നു. ലാ യമസ്സുഹാ ശൈഉം മിൻ ഹർരിൻ നാരി, തീയിന്റെ ഒരു ചൂടിന്റെ ഒരു കണിക പോലും ആ ഉമ്മയെ സ്പർശിച്ചില്ല. ഫലമ്മാ വസലത് ഇലൈഹി, മകന്റെ അടുത്തേക്ക് തീനാളത്തിലൂടെ ഉമ്മ നടന്നു പോവുകയാ. വേറെ ആർക്കും അടുത്തേക്ക് അടുക്കാൻ പറ്റണില്ല, ഭയങ്കര ചൂട് തന്നെ. ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഉമ്മ നടന്നു പോകുന്നത് എല്ലാവരും കാണുന്നു. ഉമ്മ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മകനെ കെട്ടിപ്പിടിച്ചു. മകനെ ചൂട് ചുംബനം കൊടുത്ത് വീർപ്പ് മുട്ടിച്ചു. അവിടെ നിന്നു. അൽഹംദുലില്ലാ, എന്റെ മോന് സുഖാണല്ലോ ഇവിടെ. പിന്നെ ഉമ്മ മടങ്ങി വന്നു. ഇബ്നു കസീറിന്റെ ഖസസ് ഇത് രേഖപ്പെടുത്തുന്നത് കാണാം.
وعن المنهال بن عمرو أنه قال أخبرت أن إبراهيم عليه السلام مكث هناك إما 40 وإما 50 يوما. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തീക്കുണ്ടാരത്തില് ഏകദേശം 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസമേ താമസിച്ചിട്ടുള്ളൂ. അപ്പൊ ആ തീനാളം 40 ദിവസം 50 ദിവസം ഉണ്ടായെന്നല്ല അതിനർത്ഥം. അത് ദിവസങ്ങളോളം നേരത്തെ കത്തി തുടങ്ങിയായിരുന്നു. നല്ല തീയൊന്നും ആയി കഴിഞ്ഞ ശേഷമാണ് മഹാനവറുകൾ അതിലേക്ക് വലിച്ചെറിഞ്ഞത്. അത്രത്തോളം ഈർഷ്യതയും വിരോധവും വെറുപ്പും മഹാനവറുകളോട് ആ നാട്ടുകാർക്കുണ്ടായിരുന്നു. 40-50 ദിവസം. മാകുന്തു, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതായും പറയുന്നുണ്ട്, മാകുന്തു അയ്യാമം വലയാലി അത്യബു ഐശൻ ഇദ് കുന്തു ഫീഹാ വവദിത്തു അന്ന ഐശി വഹയാതി കുല്ലഹാ മിസ്ല ഇദ് കുന്തു ഫീഹാ സ്വലവാത്തുല്ലാഹി വസ്സലാമുഹു അലൈഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഇബ്രാഹിം നബി പറയുമായിരുന്നു, എന്റെ ജീവിതത്തിൽ, എന്റെ ആയുസ്സിലെ ഞാൻ ഏറ്റവും കൂടുതൽ സ്വസ്ഥതയോടുകൂടെ സമാധാനത്തോടുകൂടെ കഴിഞ്ഞുകൂടിയ ഒരു സമയം എന്ന് പറയുന്നത് ഈ തീയിൽ ഞാൻ കഴിഞ്ഞ കാലമാണ്. അതുകൊണ്ട് എന്റെ ജീവിതവും എന്റെ എല്ലാ സമയങ്ങളും അതിന്റെ അകത്തുനിന്നായിരുന്നുവെങ്കിൽ എനിക്ക് സ്വൈര്യമായി ഇലാഹി ചിന്തയിൽ കഴിയാമായിരുന്നു. ജീവിതം മുഴുവനും അതിലായിരുന്നുവെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടായേനെ. അത്രത്തോളം ആ തീക്കൊണ്ടാരം ഒരു ആസ്വാദനമായിരുന്നു മഹാനവറുകൾക്ക്. അള്ളാഹു അവന്റെ പരീക്ഷണങ്ങളെ ആസ്വദിക്കുന്ന ഈമാൻ മഹാന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കും അള്ളാഹു ഈമാൻ നൽകട്ടെ. ഇനി കണ്ടോളൂ, ഇനി കണ്ടോളൂ. ഇതിനോട് പ്രതീകാത്മകമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ അനുബന്ധമായി പല വിഷയങ്ങളും ഉണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം ഒരുപാട് വൈകുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് പോയപ്പോ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളും കരഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബിയോടുള്ള സ്നേഹമാണ് അലൈഹിസ്സലാം. ആ തീയിനെ അണയ്ക്കണം എന്ന് പ്രാർത്ഥിച്ചവരും അതിനുവേണ്ടി പ്രയത്നിച്ച് പ്രവർത്തിച്ചവരും ഒക്കെ ഉണ്ട്. മറ്റെല്ലാ ജീവജാലങ്ങളും ഒന്ന് ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ ആഗ്രഹിച്ചവരുണ്ട്. പല്ലി എന്ന് പറയുന്ന ഒരു ജീവി ഈ തീ കത്തിക്കുന്നോടത്ത് സഹായിക്കാവുണ്ടായിട്ടുള്ളത്. പല്ലി എന്ന് പറയുന്ന ജീവിയെ കണ്ടാൽ കൊല്ലണം എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് ശരിയാവോ? കണ്ടാൽ കൊല്ലേണ്ട ജീവികൾ ഒരുപാടുണ്ട്. 6 ജീവികളെ കണ്ടാൽ കൊല്ലണം. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് അതേക്കുറിച്ച് ഒരു ക്ലാസ് നമുക്ക് വേറെ നടത്താം. ഏതായാലും ഞാൻ ഓടിച്ച് പറയാണ്, നമ്മുടെ സമയം വൈകി. പല്ലി എന്ന് പറയുന്ന ജീവിയെ കൊല്ലുന്നതിൽ ഇത്രേ കണ്ട് വിമർശിക്കേണ്ട ഒന്നുമില്ല. സ്വന്തം മകനെ അറുക്കണം എന്ന് സ്വപ്നം കാണിക്കപ്പെട്ടതിനെ ഉളുഹിയത്ത് കർമ്മത്തിലൂടെ നിർവഹിക്കുന്ന ഒരു ആരാധനാ സംവിധാനമാണ് ഇസ്ലാമിലുള്ളത്. സ്വന്തം മോനെ കൊല്ലാൻ പറഞ്ഞോടത്താണ്, അറുക്കണമെന്ന് പറഞ്ഞോടത്താണ് ഖുർആൻ ആദർശത്തെ പരിചയപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി സർവസ്വവും ത്യജിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന്റെ പ്രതീകാത്മകമായി ഉദഹയത്ത് കർമ്മത്തെ നമുക്ക് മൃഗബലിയിലൂടെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. പല്ലി എന്ന് പറയുന്ന ജീവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങളും മറ്റു വിവാദങ്ങളും ഒക്കെ ഒരു വശത്തിരിക്കട്ടെ. ഏതായാലും ശറഅ് പറയുന്നു, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഇമാം അഹ്മദിന്റെ മുസ്നദൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം പല്ലിയെ കൊല്ലണം എന്ന്. എന്താ കാരണം? അമറ റസൂൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ ബിഖത്ലിൽ വസ്ഗി, പല്ലിയെ കൊല്ലാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. വഖാല, കാരണം റസൂലുള്ളാഹി പറഞ്ഞു, കാന യൻഫഖു അലാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് പോയപ്പോ തീ ആളിക്കത്താൻ വേണ്ടി ഊതിയ ജീവിയാണ് പല്ലി എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ അപ്പുറം നമുക്ക് ആലോചിക്കേണ്ട വേറെ കാര്യമില്ല. റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വിശ്വസിക്കണം, വിശ്വസിച്ചപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പല്ലി അങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട്, പല്ലിയെ കൊല്ലണം. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഒരു ഹദീസ്, അന്നാഫിഇ റളിയല്ലാഹു അൻഹു അന്ന ഇംറഅതൻ ദഖലത് അലാ ആയിഷ റളിയല്ലാഹു അൻഹാ ഫഇദൻ റുംഹും മൻസൂബുൻ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു, ഒരു പെണ്ണ് വന്നപ്പോ അവര് നോക്കിയപ്പോ വീടിന്റെ ചുമരിന്റെ മൂലയിലായിട്ട് ഒരു കുന്തം പോലത്തെ ഒരു ആയുധം ചാരി വെച്ചിരിക്കുക. ആ പെണ്ണ് ചോദിച്ചു, മാ ഹാദർ റുംഹു, അല്ല ആയിഷ ബീബി അവരുകളെ റളിയല്ലാഹു അൻഹ, ഈ പെരക്കകത്ത് എന്തിനാ, പെരയുടെ അകത്ത് എന്തിനാ, വീടിന്റെ അകത്ത് എന്തിനാ ഇത്രയും വലിയൊരു നീളത്തിനൊരു കുന്തം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നഖ്തുലു ബിഹിൽ ഔസാഖ, ഞങ്ങൾ അത് ഉപയോഗിക്കുന്നത് പല്ലിയെ കൊല്ലാനാണ്. സുമ്മ ഹദ്ദസത് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ പെണ്ണ് ചോദിച്ചു, എന്താ പല്ലിനെ കൊല്ലണത്?
ഐഷ റളിയല്ലാഹു അൻഹ ഹദീസ് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഉണ്ട് ഈ സംഭവം, ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കാണ് റളിയല്ലാഹു അൻഹ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്? ഇന്ന ഇബ്രാഹിം അലൈഹിസ്സലാം ലമ്മാ ഉൽഖിയ ഫിന്നാരി, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ ജഅലത്തിദ് ദവാബു കുല്ലുഹാ തുത്ഫിഉ അൻഹു, ആ തീയനെ കെടുത്താൻ വേണ്ടി എല്ലാ ജീവജാലങ്ങളും പരിശ്രമിച്ചു, ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഇല്ലൽ വസ്ഗ, പല്ലി ഒഴിച്ച്. പല്ലി ഇബ്ലീസിന്റെ കൂടെ നിന്നു. ഫഇന്നഹു ജഅല യൻഫഖുഹാ അലൈഹി, ഇബ്രാഹിം നബിയെ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസിന്റെ പക്ഷം നിന്നുകൊണ്ട് തീ ഇങ്ങനെ ഊതി ഊതി കൊടുത്ത് വലുതാക്കി കൊടുത്തു. സ്വഹീഹ് ഇമാം അഹ്മദിന്റെ മുസ്നദ് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. സ്വഹീഹ് മുസ്ലിമിൽ മറ്റൊരു ഹദീസ് കാണാം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കേട്ടോളൂ, മൻ ഖതല വസ്ഗൻ ഫി അവ്വലി ദർബത്തിൻ, ആദ്യത്തെ അടിക്ക് പല്ലിയെ കൊല്ലാൻ കഴിഞ്ഞാൽ, അതുകൊണ്ട് കാരണന്മാർ പറയുന്നത് പല്ലിയെ കൊല്ലുമ്പോൾ വാല് മുറിയാതെ കൊല്ലണമെന്ന്. വാല് മുറിഞ്ഞു കഴിഞ്ഞാൽ വാല് വേറെ പല്ലി വേറെ ആയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചാവില്ല. ഒറ്റയടിക്ക് ആരെങ്കിലും പല്ലിയെ കൊന്നാൽ കതബല്ലാഹു ലഹു മിഅത ഹസന, അവന് 100 കൂലിയാണ്. രണ്ടാമത്തെ അടിയിലാണ് പല്ലി സാകുന്നതെങ്കിൽ 100ന്റെ താഴെ ഹസനത്താണ്. മൂന്നാമത്തെ ആണെങ്കിൽ അതിന്റെ താഴെയാണ്. അപ്പൊ ഒറ്റയടിക്ക് പല്ലിയെ കൊല്ലണമെന്നാണ് അല്ലാഹു തആല അതിൽ വെച്ചിരിക്കുന്ന സിറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് പ്രതിഫലം എന്ന പ്രയോഗത്തിലൂടെയാണ്. എന്തോ അള്ളാഹു അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ പുണ്യം നമുക്ക് അള്ളാഹു നൽകട്ടെ. പല്ലിയെ കൊല്ലല് അനാചാരമല്ല, ഇസ്ലാമിക ശറഇൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പല്ലിയെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിയമമൊക്കെ വരുമ്പോൾ അന്നേരം നമുക്ക് നോക്കാന്നല്ലാതെ പല്ലിയെ പെരക്കകത്ത് കണ്ട കൊന്നു കളഞ്ഞേക്കണം. പ്രത്യേകിച്ച് അതിന്റെ പെരുപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതൊരു അമലിന്റെ ഭാഗമായി തന്നെ നമ്മൾ ചെയ്യണം. ഇബ്രാഹിമി മില്ലത്തിലേക്ക് ചേരാനുള്ള നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. അറിഞ്ഞിരിക്കുക, അള്ളാഹു തരുന്ന പരീക്ഷണങ്ങൾ അവന് നമ്മോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ആ പരീക്ഷണത്തെ അതിജയിക്കാനുള്ള ബോധവും ഈമാനും നമുക്ക് ഉണ്ടാക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം.